ഹായ്, ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മൾ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിമോർഗൻസ് ലോ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാ ഡിമോർഗൻസ് ലോയാണ് നമ്മൾ ലാസ്റ്റ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഓക്കെ, അതിനകത്ത് നമുക്ക് കൃത്യമായിട്ടും ചോദിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും, വെരിഫൈ ഡിമോർഗൻസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നതും ആ പ്രോബ്ലമാണ്, വെരിഫിക്കേഷൻ ഓഫ് ഡിമോർഗൻസ്. നമുക്കിതിൻ്റെ പ്രൂഫൊന്നും നമുക്ക് വേണ്ട, ഡിമോർഗൻസ് ലോയുടെ പ്രൂഫൊന്നും നമുക്ക് വേണ്ട. പക്ഷേ ആ പ്രൂഫ് ഈ എക്സാമ്പിൾ പറയുമ്പോൾ വളരെ ക്ലിയർ ആയിരിക്കും. അവിടെ എന്തുകൊണ്ട് ഇത് കിട്ടിയെന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ഈസ് ഡിമോർഗൻസ് ലോ. ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത് രണ്ട് കേസുണ്ട്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ഉണ്ട്. രണ്ടാമത്തത് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റും ഉണ്ട്. അതായത് യൂണിയൻ ഓഫ് ടു സെറ്റ്സിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ദ ഇൻ്റർസെക്ഷൻ ഓഫ് കോംപ്ലിമെൻറ്റ് ഓഫ് ദെയർ സെറ്റ്സ്. ആ സെറ്റ്സിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ ആയിരിക്കും രണ്ട് സെറ്റുകൾ തമ്മിലുള്ള യൂണിയൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് റിവേഴ്സിലി നമുക്കിവിടെ പറയാം, the complement of intersection of two sets is equal to the union of the complement of respective sets. നമുക്ക് പറഞ്ഞിരിക്കുന്ന സെറ്റുകളുടെ കോംപ്ലിമെൻറ്റുകളുടെ യൂണിയൻ എന്ന് പറയുന്നത് ആർക്ക് ഈക്വലായിട്ട് മാറും? ആ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ്റെ കോംപ്ലിമെൻറ്റിന് ഈക്വലായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണെന്നും ഇത് ഇങ്ങനെയാണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൂവ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്. വി ഹാവ് ടു വെരിഫൈ വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ അതായത് രണ്ട് പാർട്ടായിട്ട് ഞാൻ ഇടുന്നു. ആദ്യം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സെറ്റിനകത്ത് എ ഉണ്ട്, ബി ഉണ്ട്. നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് പറയുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എ യൂണിയൻ ബി ഞാൻ ഇവിടെ കണ്ടുപിടിക്കും. വാട്ട് ഈസ് എ യൂണിയൻ ബി? മെയിനായിട്ട് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സെറ്റിനകത്തുള്ള എല്ലാ ആൾക്കാരോട് ചേർത്ത് ഒറ്റ സെറ്റാക്കി എഴുതുക, അതാണ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്നു, ദാ 2 ഉണ്ട്, അപ്പുറത്ത് നോക്കാൻ ദാ 3 കിടക്കുന്നു, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. ഇസ്ന്റ് ഇറ്റ്? ഇനി എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻറ്റ് നമുക്ക് എടുക്കാം. സോ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഈ എലമെൻസുകളെ എടുത്ത് കളഞ്ഞാൽ കിട്ടുന്നതാണ് അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുമ്പോൾ എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ക്ലൂഡ് ചെയ്യണം. അതിന് ഒഴിവാക്കുമ്പോൾ ദാ ഇവിടെ 2 പോയി, 3 പോയി, 4 പോയി, 5 പോയി, 6 പോയി, 7 പോയി, 8 പോയി. ബാക്കി ആരൊക്കെയുള്ളൂ? 1ഉം 9ഉം മാത്രമല്ല അവിടെ റിമെയിൻ ചെയ്യുന്നുള്ളൂ, ശേഷിക്കുന്നുള്ളൂ. സോ നമുക്ക് എഴുതാം സെറ്റ് 1,9. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ഇത് നമ്മൾ 1 എന്ന് പറഞ്ഞിട്ട് വിളിക്കും. Now let's find out A complement. What about A complement? A complement എന്ന് പറയുന്നത് നമ്മളെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എയിലുള്ള എലമെൻസുകൾ ഒഴിവാക്കുക അല്ലേ? അങ്ങനെ ഒഴിവാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ 1 കിട്ടും, 3 കിട്ടും, 5 കിട്ടും, 7 കിട്ടും, 9 കിട്ടും. Isn't it? Similarly B complement എന്ന് പറയുന്നത് എന്താണ്? What is B complement? B complement എന്ന് പറയുന്നത് 2, 3, 5, 7 എന്ന് പറയുന്ന എലമെൻസുകൾ നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ 2 പോയി, 3 പോയി, 5 പോയി, 7 പോയി. ബാക്കിയുള്ളത് സെറ്റ് 1 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. Now let's find out whether this A complement intersection B complement is equal to the set 1, 9. So അതിനുവേണ്ടി ഞാൻ A complement intersection B complement എടുക്കുകയാണ്. വാട്ട് അബൌട്ട് A complement intersection B complement? ഈ രണ്ട് സെറ്റുകൾക്കും കോമൺ ആയിട്ട് വരുന്ന എലമെൻസുകൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 കോമൺ ആയിട്ടുണ്ട്, ഇവിടെ ഇത് കോമൺ അല്ല, ഇവിടെ കോമൺ ഇല്ല, ഇവിടെ കോമൺ ഇല്ല, ദാ ഇവിടെ 9 എന്ന് പറയുന്നതും കോമൺ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? സോ വി ക്യാൻ റൈറ്റ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 1,9. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഫ്രം 1 and 2. ഫ്രം 1 and 2 നമുക്ക് എഴുതാം എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. സോ യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിമോർഗൻസ് ലോ എന്ന് പറയുന്നത് ഇവിടെ വെരിഫൈഡ് ആണ്. ബോത്ത് ആർ ഈക്വൽ അല്ലേ? ഇൻ ദ സെയിം വേ ലെറ്റ്സ് വെരിഫൈ ദ സെക്കൻഡ് ഡിമോർഗൻസ് ലോ കറസ്പോണ്ടിങ് ടു ദ ഇൻ്റർസെക്ഷൻ ഓഫ് 2 സെറ്റ്സ്. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് എ ഇൻ്റർസെക്ഷൻ ബി ഫസ്റ്റ്. വാട്ട് ഈസ് എ ഇൻ്റർസെക്ഷൻ ബി? A intersection B
എന്ന് പറയുന്നത് ഈ രണ്ട് സെറ്റിനകത്തും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സുകൾ. ഈ രണ്ട് സെറ്റിനകത്തും കോമൺ ഉള്ള എലമെൻറ്റ്സുകൾ എന്ന് പറയുന്ന ആരൊക്കെയുണ്ട്? 2 ഉണ്ട്, ഇവിടെ 4 ഇല്ല, 6 ഇല്ല, 8 ഇല്ല. അപ്പോൾ ഇവിടെ ഒറ്റ ഒരു എലമെൻറ്റ് മാത്രമേ കോമൺ ആയിട്ടുള്ള സെറ്റ് ഉണ്ട്. Then what about its complement? A intersection B the whole complement is equal to what is A intersection B the whole complement? ഈ 2 എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെ നിന്ന് ഒഴിവാക്കുക? ഈ എ എന്ന് പറയുന്ന സെറ്റിനകത്ത്, സോറി യൂണിവേഴ്സൽ സെറ്റിനകത്ത് നമ്മൾ ഒഴിവാക്കുക. സോ ദിസ് ഈസ് നോട്ട് എ, ദിസ് ഈസ് യു. ഓക്കെ, ഈ യൂണിവേഴ്സൽ സെറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്ക്ലൂഡ് ചെയ്യുക. അങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇവിടെ ആരെ കിട്ടൂടെ? പറ. സെറ്റ് 1 3 4 5 6 7 8 9. Let it be equation number 1. ഇതിനെ 1 എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. Now what about A complement intersection B complement? Sorry, A complement union B complement. നമുക്ക് ആൾറെഡി ഇതാ എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മളിനി ഒന്നും കൂടി എടുത്ത് എഴുതണോ നിർബന്ധമില്ല, ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നുണ്ട്. അല്ല ഇത് മാത്രമാണ് നമുക്ക് വെരിഫൈ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എ കോംപ്ലിമെൻറ്റ് എഴുതണം, ബി കോംപ്ലിമെൻറ്റ് എഴുതണം. അല്ല ഇപ്പോൾ ഈ ക്വസ്റ്റിനോട് ചേർത്ത് ചോദിച്ചിരിക്കുന്നുണ്ട്, നമുക്ക് ഉടനെ നമുക്ക് എഴുതി വയ്ക്കാം. എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും ഇവിടെ ഉള്ളതുകൊണ്ട് വാട്ട് അബൌട്ട് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് നോക്കുന്നത് നേരത്ത് ഇവിടെ 1 ഉണ്ട്, 3 4 5 6 7 8 9. ആരില്ല? 2 ഇല്ല. സോ 2 ഒഴിച്ചുള്ള എല്ലാവരെയും നമുക്ക് എഴുതാം. സോ 1 3 4 5 6 7 8 9. Identification number 2. So from 1 and 2 we can write, from 1 and 2 we can write A intersection B the whole complement is equal to A complement union B complement. Hence De Morgan's. Now we are going to discuss some practical problems. നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, അതായത് സെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഓപ്പറേഷൻസ്, നമ്മുടെ ഇൻ്റർസെക്ഷൻ യൂണിയൻ എന്നൊക്കെ പറയുന്ന ഓപ്പറേഷൻസ് നമ്മൾ കണ്ടു. ആ ഓപ്പറേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പ്രോബ്ലംസ്. അതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് കാർഡിനാലിറ്റി ഓഫ് സെറ്റ്സ് ആണ്. അത് കാർഡിനാലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കാർഡിനാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദി ഗിവൺ സെറ്റ്. നമ്മൾ ഒരു സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സിന്, ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സിനെയാണ് നമ്മളതിൻ്റെ കാർഡിനാലിറ്റി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഈ കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ്, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, അതാണ് നമ്മൾ ഈ സെക്ഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആദ്യത്തെ കേസ് വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം. ഞാൻ 2 സെറ്റുകൾ എടുക്കുന്നു, എയും ബിയും 2 സെറ്റുകൾ എടുക്കും. ആ 2 സെറ്റിനകത്തും കോമൺ ആയിട്ട് ആരുമില്ല. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നൾ സെറ്റാണ്, അതായത് എയും ബിയും ഡിസ്ജോയിൻറ്റ് സെറ്റ്സാണ്. അങ്ങനെ എയും ബിയും ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് നൾ സെറ്റായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി? 0. അവിടെ ആരുമില്ല എന്നാണ്. അപ്പം അവിടെ ഒരു എലമെൻറ്റും ഇല്ല, അതുകൊണ്ട് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 0 ആണ്. ഞാൻ പറയുന്നു വാട്ട് അബൌട്ട് എൻ ഓഫ് എ യൂണിയൻ ബി? നിങ്ങൾ എയും ബിയും തമ്മിലുള്ള യൂണിയൻ എടുക്കുക. യൂണിയൻ എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ 2 സെറ്റിനകത്തുള്ള എലമെൻറ്റ്സുകളെല്ലാം കൂടി ചേർത്ത് ഒറ്റ സെറ്റാക്കി എഴുതുന്നതാണ് അതിൻ്റെ യൂണിയൻ എന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ യൂണിയൻ ഓഫ് 2 സെറ്റ്സിൻ്റെ കാർഡിനാലിറ്റി, അതായത് എൻ ഓഫ് എ യൂണിയൻ ബി, ഇത്തിരി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഇവിടെ അവർ തമ്മിൽ കോമൺ എലമെൻറ്റ്സുകളൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് പ്ലസ് ബിയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ശരിയാണോ? നമ്മളിത്തിരി ഒരു എക്സാമ്പിൾ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് തന്നെ നമുക്ക് എടുക്കാം. ക്ലാസ്സിൽ ആൺകുട്ടികളൊരു സെറ്റ്, പെൺകുട്ടികളെന്ന് പറയുന്ന മറ്റൊരു സെറ്റ്. ശരിയാണ്. ഇവർ തമ്മിൽ കോമൺ ആയിട്ട് എലമെൻറ്റ്സുകളൊന്നും വരത്തില്ലല്ലോ, ആണും പെണ്ണുമായിട്ട് ആരും വരത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. അപ്പോൾ കോമൺ എലമെൻറ്റ്സ് അവിടെ ഇല്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ കാണുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും യൂണിയൻ എന്ന് പറയുമ്പോൾ നമുക്കവിടെ ആരായിട്ട് മാറും? ആ ക്ലാസ്സിലെ ടോട്ടൽ ആളുകളായിട്ട് മാറത്തില്ലേ? ടോട്ടൽ സ്റ്റുഡൻസായിട്ട് മാറത്തില്ലേ? ആ ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ എണ്ണം പ്ലസ് പെൺകുട്ടികളുടെ എണ്ണം ആയിരിക്കത്തില്ലേ? അതേ കണക്ക് തന്നെയാണ് ഇവിടെയും നമ്മൾ പറയുന്നത്. എൻ ഓഫ് എ യൂണിയൻ ബി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം, ഇറ്റ് ഈസ് എൻ ഓഫ് എ. എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെൻറ്റ്സുകളുടെ എണ്ണം പ്ലസ് ബി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെൻറ്റ്സുകളുടെ എണ്ണം. സോ if A intersection B is equal to null set, or we can say that if A and B are disjoint sets, എയും ബിയും ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി.
അത് എയിലുള്ള എലമെൻസുകളുടെ എണ്ണം പ്ലസ് ബിയിലുള്ള എലമെൻസുകളുടെ എണ്ണം ആയിരിക്കും. ഇതാണ് നമ്മുടെ ഇത് ഫസ്റ്റ് പ്രാക്ടിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രാക്ടിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നതാണ്. രണ്ട് സെറ്റിനകത്ത് പ്രാക്ടിക്കൽ സിറ്റുവേഷൻ പറയുന്നതാണ്, രണ്ട് സെറ്റുകൾക്ക് കോമൺ ആയിട്ട് എലമെൻസുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ രണ്ട് സെറ്റുകളുടെ യൂണിയനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നതും ആദ്യത്തെ സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് പ്ലസ് രണ്ടാമത്തെ സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഇനി നമ്മുടെ കണ്ടീഷൻ മാറാൻ പോവുകയാണ്. എയിലും ബിയിലും ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ എലമെൻസുകളുണ്ട്, അതായത് എ ഇൻ്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു നൾ സെറ്റ്. എ ഇൻ്റർസെക്ഷൻ ബി എന്തല്ല, നൾ സെറ്റ് അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് അബൌട്ട് എൻ ഓഫ് എ യൂണിയൻ ബി. എൻ ഓഫ് എ യൂണിയൻ ബി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, എൻ ഓഫ് എ യൂണിയൻ ബി. ഞാൻ അതിനൊന്ന് വെൻഡേഗ്രമായിട്ട് ഞാൻ വരയ്ക്കാൻ പോവുകയാണ്. എയിലും ബിയിലും കോമൺ എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു നൾ സെറ്റ്. ഇഫ് എ ഇൻ്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു നൾ സെറ്റ് മീൻസ് ദാറ്റ് എ ആൻഡ് ബി ഹാവ് സം കോമൺ എലമെൻറ്റ്സ്. സോ ഞാൻ അതുകൊണ്ട് ഞാൻ എന്താ എ എന്ന് പറയുന്ന സെറ്റ് ഞാൻ വരച്ചു. ഇനി ബിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന സെറ്റിനകത്ത് സ്വാഭാവികമായിട്ടും എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ഒരു പാർട്ട് ഉണ്ടാവും, ആണല്ലോ. ഈ കാണുന്ന പാർട്ടാണ് എയിലും ബിയിലും ഉള്ളത്. ഓക്കെ, ഞാൻ പറയുന്നു ഇവിടെ എയിൽ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാൻ പോകുന്നു. 1 2 3, ഇവിടെ 4 5 6 7 8. ഇവിടെ എയിലുള്ള എലമെൻറ്റ്സ് ആരാണ്ട്, എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെൻറ്റ്സ് നമുക്ക് ഈ കാണുന്ന വെൻഡേഗ്രം നോക്കി നമുക്ക് പറയാൻ നോക്കും. എ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് ഈ റൗണ്ടാണ്. ആ റൗണ്ടിനകത്ത് വന്നിരിക്കുന്ന എലമെൻറ്റ്സുകൾ എന്ന് പറയുന്നത് 1 2 3 4 5 ആണ്, ആണല്ലോ. ഇവിടെ ബി എന്ന് പറയുന്ന സെറ്റ് ആരാണ്ട്, ബി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന റൗണ്ടിനകത്ത് വന്നിരിക്കുന്ന എലമെൻറ്റ്സുകളാണ്. അപ്പോൾ ഇവിടെ ആരായിട്ട് മാറോട്ട് പറ, 4 5 6 7 8 ആണ്, ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എയിലും ബിയിലും കൂടി എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലാണെന്നുണ്ടെങ്കിൽ എയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് പ്ലസ് ബിയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമ്മൾ എടുക്കും. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്, ഈ 4 5 എന്ന് പറയുന്ന എലമെൻറ്റ് ഞാൻ ഇവിടെ കൗണ്ട് ചെയ്തില്ലേ, അത് കണക്ക് ഇവിടെയും കൗണ്ട് ചെയ്യേണ്ടി വരത്തില്ലേ. എയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് 5 ആണ്, ഇവിടെ ബിയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് വീണ്ടും 5 ആണ്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലാണെന്നുണ്ടെങ്കിൽ 5 + 5 എന്ന് പറഞ്ഞൊരു ഇത് 10 എലമെൻ്റ് ഉണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷെ 10 എലമെൻ്റ് ഇവിടെ ഉണ്ടോ എ യൂണിയൻ ബിക്കകത്ത്? ഇല്ല, മൊത്തം 8 എലമെൻറ്റ്സുകൾ മാത്രമേ ഉള്ളൂ. അതായത് 2 എലമെൻറ്റ്സുകൾ ഞാനിപ്പം പറഞ്ഞപ്പോൾ അധികം വന്നിരിക്കുന്നു അല്ലേ. ഈ കേസിനകത്ത് നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ 4 5 എന്ന് പറയുന്ന എലമെൻറ്റ് ഞാൻ ഇവിടെയും കൗണ്ട് ചെയ്തു, ഈ സെറ്റിനകത്തും കൗണ്ട് ചെയ്തു. ഈ 4 5 കൂടി വരുന്ന എലമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ആരാണ്ടേ, ഈ 4 5 എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ കൂടി ഇൻ്റർസെക്ഷൻ സെറ്റ് അല്ലേ, അതായത് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ. അപ്പോൾ ഞാൻ എയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് പ്ലസ് ബിയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വൽ ആൻസർ ആവത്തില്ല. അവിടെ നിന്ന് നമ്മൾ എന്ത് വേണോടെ, എയിലും ബിയിലും ഉണ്ടായിരുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ് അത് 2 തവണ നമ്മൾ കൗണ്ട് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അത് 1 തവണ നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ഇനി നോക്കിയാണ്, ഇവിടെ 5 എലമെൻറ്റ്, ഇവിടെ 5 എലമെൻറ്റ്, 5 + 5 10. അതിൽ നിന്ന് ഈ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് എത്രയാണ്, 2 പേര്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 10 - 2 = ടോട്ടൽ 8 എലമെൻറ്റ്സ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾ എടുത്ത് നിങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ വളരെ ക്ലിയർ ആണ്. നമ്മളിവിടെ പ്രത്യേകിച്ച് പ്രൂഫൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ നോക്കും. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്, എ ഇൻ്റർസെക്ഷൻ ബിയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തേ ചെയ്തത്. സോ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. സോ വി ഹാവ് ദ റിസൾട്ട് is very important. N of A union B is equal to N of A plus N of B minus N of A intersection B. If A and B are not disjoint, okay, A യും ബിയും disjoint അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യും. And if A and B are disjoint, suppose if A and B are disjoint, then N of A union B is equal to N of A plus N of B only. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കാണുന്ന പ്രാക്ടിക്കൽ പ്രോബ്ലംസിനകത്ത് നമുക്ക് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് 3 സെറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഹൗ ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഇതിപ്പോൾ ഞാൻ 2 സെറ്റിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി 3 സെറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അതിൻ്റെ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, അത് നമുക്ക് അടുത്ത സെഷനായിട്ട് നമുക്ക് എടുക്കാം.
എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൻ്റെ ഫോർമുലയെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ 2 സെറ്റിനാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി നമ്മൾ അത് 3 സെറ്റിലോട്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ 3 സെറ്റുകൾ ഞാൻ കൺസിഡർ ചെയ്യണം. എയും ബിയും സിയും എന്ന് പറയുന്ന 3 സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ഫൈൻഡ് എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി. ഈ 3 സെറ്റിനകത്തുള്ള എലമെൻസുകളുടെ യൂണിയൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്ര? ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ എ യൂണിയൻ ബി എന്ന് പറയുന്നതിന് നമ്മൾ ഒരു സെറ്റായിട്ട് നമ്മൾ എടുക്കും. എക്സ് എന്ന് പറഞ്ഞെടുക്കും. ഈ സി അങ്ങനെ തന്നെ കിടന്നോട്ട്. ഓക്കെ, അങ്ങനെ നമുക്കിത് എന്തായിട്ട് മാറട്ടെ? ആക്ച്വലി എൻ ഓഫ് എക്സ് യൂണിയൻ സി എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതിപ്പോൾ 2 സെറ്റുകളുടെ യൂണിയൻ്റെ ഓപ്പറേഷൻ ആയല്ലോ. അപ്പോൾ 2 സെറ്റുകളുടെ യൂണിയൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ്റെ കഠിനമായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് പ്ലസ് രണ്ടാമത്തെ സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് മൈനസ് മൂന്നാമത്തെ സെറ്റല്ല, ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ഇതിന് രണ്ടിൻ്റെയും കോമൺ എലമെൻറ്റ്സുകൾ, അതായത് ഇതിന് രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷനകത്ത് വരുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണമെന്നാണ്. സോ എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എക്സ്. വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് പറയാൻ നേരത്ത് നമുക്കിത് എ യൂണിയൻ ബി ആണെന്ന് നമുക്കറിയാം. സോ എൻ ഓഫ് എ യൂണിയൻ ബി പ്ലസ് ഇവിടെ എൻ ഓഫ് സി മൈനസ് എൻ ഓഫ്, ഇവിടെ നമുക്ക് എക്സിന് പകരം നമുക്ക് ആരെ കൊടുക്കാം? എ യൂണിയൻ ബി നമുക്ക് കൊടുക്കാം ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, നൗ വി ഹാവ് ദ ഫോർമുല അഗെയിൻ എൻ ഓഫ് എ യൂണിയൻ ബി. വി നോ ദാറ്റ് എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു ഇറ്റ് ഈസ് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നമ്മൾ നേരത്തെ കണ്ട ഫോർമുല അതേ കണക്ക് നമ്മുടെ അടുത്ത് എഴുതുന്നു. പ്ലസ് ഇവിടെ ആരുണ്ടേ? എൻ ഓഫ് സി ഉണ്ട്, മൈനസ് ഞാനൊരു ബ്രാക്കറ്റ് കൊടുക്കും. ഇത് നമ്മൾ നേരത്തെ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഇൻ്റർസെക്ഷനും യൂണിയനും കൂടെയൊക്കെ വന്ന സമയത്ത് അവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ പഠിച്ചായിരുന്നു. അതായത് പുറത്ത് കിടക്കുന്ന ഓപ്പറേഷൻ കൊണ്ട് അകത്തുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ആരെ കിട്ടൂടെ പറ? എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ ഇവിടെ നോക്കിയാണ് വീണ്ടും നമുക്ക് 2 സെറ്റുകൾ എ ഇൻ്റർസെക്ഷൻ സിയും ബി ഇൻ്റർസെക്ഷൻ സിയും ഈ 2 സെറ്റുകളുടെ യൂണിയനായിട്ട് വന്ന് കിടക്കുകയാണ്. അങ്ങനെ 2 സെറ്റുകളുടെ യൂണിയനായിട്ട് വരുമ്പോൾ അവിടുത്തെ നമ്പർ ഓഫ് എലമെൻറ്റ്സുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നത് ഇസ് ഈക്വൽ ടു, നമുക്ക് ഫോർമുല ഇതേ കണക്ക് എഴുതാം. എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യുന്നു, ഈ പ്ലസ് എൻ ഓഫ് സി, അതായത് സി എന്ന് പറയുന്ന സെറ്റ് സിംഗിളായിട്ട് ഇടയ്ക്കില്ല, ആ സിംഗിളായിട്ടുള്ള സെറ്റുകളെല്ലാം കൂടെ നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുവരാം. സോ പ്ലസ് എൻ ഓഫ് സി, പിന്നെ ഇവിടെ ഉള്ളത് മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണുള്ളത്. മൈനസ്, ഈ മൈനസ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഇവിടെ ഞാൻ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ റൂള് നമ്മൾ അപ്ലൈ ചെയ്യുക. ഇത് എക്സും ഇത് വൈയും ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എക്സ് യൂണിയൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ആണല്ലോ. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിവിടെ ചെയ്യാം എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി പ്ലസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് നമുക്കിവിടെ ആരെ കിട്ടും? എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇവിടെ മൈനസ് കൊണ്ട് ഞാൻ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നു. മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന നേരത്ത് മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി. ഇനി ഈ മൈനസ് കൂടി ചേർന്ന് പ്ലസ് ആയിട്ട് മാറി പ്ലസ്. ഇവിടെ നോക്കിയിട്ട് ഇവിടെ ഒരു ലോജിക്കായിട്ട് നമ്മൾക്കൊരു കാര്യം പറയണം. എയും ബിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ, ഇവിടെ ബിയും സിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ, അവരുടെ എല്ലാത്തിൻ്റെ കൂടെ ഇൻ്റർസെക്ഷൻ, ഇത് എയും ബിയും പിന്നെ ബിയും സിയും, അതായത് മീൻസ് ഇത്രയേ ഉള്ളൂ. ഈ കാണുന്ന 3 സെറ്റുകൾ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ കോമൺ എലമെൻറ്റ്സിലേ അവിടെ വരത്തുള്ളൂ. എയും ബിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ പിന്നെ ബിയും സിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന നേരത്ത് ആ കാണുന്ന 3 സെറ്റുകളിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സുകൾ മാത്രമേ അവിടെ വരത്തുള്ളൂ. എല്ലാം ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് എഴുതാം ഇറ്റ് ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. സോ വി ഹാവ് ദ ഫോർമുല എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി
പ്ലസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. ഇത് നമ്മൾ കാണാൻ പഠിക്കണം. ഈ കാണുന്നൊരു ഫോർമുല നമ്മൾ കാണാൻ പഠിക്കണം. ഇത് കാണാൻ പഠിക്കുക ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. നമുക്കിവിടെ 3 സെറ്റുകളാണ് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ ഓരോ സെറ്റുകളുടെ കാർഡിനാലിറ്റി, അതായത് ഓരോ സെറ്റുകളിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എല്ലാം കൂടി നമ്മൾ കൂട്ടണം. ഇത് പ്ലസ് ഇടണം. അപ്പോൾ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി. ഇനി 2 സെറ്റുകൾ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻസിൻ്റെ കാർഡിനാലിറ്റി നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എയും ബിയും തമ്മിലുള്ളത് ഇങ്ങനെ നോക്കിയാൽ മതി. എയും ബിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ, എ ഇൻ്റർസെക്ഷൻ ബി, അതിൻ്റെ കാർഡിനാലിറ്റി സബ്ട്രാക്ട് ചെയ്തു. ദാറ്റ് ഈസ് എൻ ഓഫ് മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇനി എയും സിയും തമ്മിലുള്ള കാർഡിനാലിറ്റി, ഇൻ്റർസെക്ഷൻ്റെ കാർഡിനാലിറ്റി, സോ മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ സി. ഇനി ബിയും സിയും തമ്മിലുള്ള കാർഡിനാലിറ്റി, ഇൻ്റർസെക്ഷൻ്റെ കാർഡിനാലിറ്റി, ദാറ്റ് ഈസ് മൈനസ് എൻ ഓഫ് ബി ഇൻ്റർസെക്ഷൻ സി. അപ്പോൾ 2 സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ്റെ കാർഡിനാലിറ്റി നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. 3 സെറ്റുകൾ വരുന്നതിൻ്റെ ഇൻ്റർസെക്ഷൻ്റെ കാർഡിനാലിറ്റി നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് 3 സെറ്റുകൾ നമ്മൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്ന ഒറ്റ ഇൻ്റർസെക്ഷൻ മാത്രമേ അവിടെ വരത്തുള്ളൂ. സോ അത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പം ഒരു സെറ്റിൻ്റെ കാർഡിനാലിറ്റി നമ്മൾ ആഡ് ചെയ്യണം. 2 സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ്റെ കാർഡിനാലിറ്റി നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. 3 സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ്റെ കാർഡിനാലിറ്റി നമ്മൾ ആഡ് ചെയ്യണം. ദിസ് ക്യാൻ ബി എക്സ്റ്റെൻഡ് ടു എനി നമ്പർ. നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ നമുക്ക് എക്സാമിന് ഇപ്പോൾ ഒരു കേസ് നമുക്ക് ചോദിക്കുന്നു എ യൂണിയൻ ബി യൂണിയൻ സി യൂണിയൻ ഡി ആണ് പറയുന്നത്. നമ്മളവിടെ പഠിപ്പിച്ചില്ലെന്ന് പറഞ്ഞിട്ടിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ആദ്യം ഒരു സെറ്റുകളുടെ കാർഡിനാലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് എ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി പ്ലസ് എൻ ഓഫ് സി പ്ലസ് എൻ ഓഫ് ഡി. എന്നിട്ട് ഇവിടെ നിന്ന് 2 സെറ്റുകൾ വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. അതിൻ്റെ ഇൻ്റർസെക്ഷൻ്റെ കാർഡിനാലിറ്റി സബ്ട്രാക്ട് ചെയ്യണം. പിന്നെ 3 സെറ്റുകൾ വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. ആ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് അതിൻ്റെ ഇൻ്റർസെക്ഷൻ്റെ കാർഡിനാലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, ഇനി 4 സെറ്റുകൾ നമ്മൾ ഇൻ്റർസെക്ഷൻ, അതായത് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ഡി, അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അതായത് ഓഡ് നമ്പർ വരുമ്പോൾ നമ്മൾ ആഡ് ചെയ്യണം. ഈവൻ നമ്പർ ഓഫ് സെറ്റ്സുകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറയുന്നതിൻ്റെ ഫൈനൽ റിസൾട്ടും അത് നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാമെന്നുള്ളതിൻ്റെ കേസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ടുകൾ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ പ്രോബ്ലം പറഞ്ഞിരിക്കുന്നതാണ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള കാർഡിനാലിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 17 ആണെന്ന് പറയുന്നുണ്ട്. വൈനകത്തുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് 23 ആണെന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന അടുത്ത പറഞ്ഞിരിക്കുന്ന എക്സ് യൂണിയൻ വൈ എന്ന് പറയുന്നത്, അതായത് എക്സിലും വൈയിലും കൂടി ചേർന്ന് മൊത്തം എത്ര എലമെൻ്റ് ഉണ്ട്? 38 എലമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ റിസൾട്ടിനകത്ത് എയും ബി എന്ന് പറയുന്ന സെറ്റുകൾ മാറി ആരായി? എക്സും വൈയും ആയി. അത്രയുള്ള വ്യത്യാസം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ലെറ്റ്സ് ഡിസ്കസ്. നമുക്ക് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഇവിടെ 2 സെറ്റുകളുടെ യൂണിയൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ സെറ്റുകളിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. സോ എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ. ഇനി 2 സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ഒറ്റ ആൾ മാത്രമേ ഉള്ളൂ. സോ എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. പരിപാടി കഴിഞ്ഞു. ഇത് എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ, 2 സെറ്റുകളുടെ കേസിനകത്ത്. സോ അത് ഉപയോഗിച്ചുകൊണ്ട് എയുടെയും ബിയുടെയും പ്ലേസിൽ ഞാൻ എക്സും വൈയും കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളിനകത്ത് നമുക്ക് ഇതിനകത്ത് 3 വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. 4ാമത്തെ വാല്യൂ നമ്മുടെ കയ്യിലില്ല. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കേസിനകത്തുള്ള പ്രോബ്ലംസിനകത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്കിതിനകത്ത് ഏതെങ്കിലും 3 വാല്യൂ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് 4ാമത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന പരിപാടി ഇത്രയേ ഉള്ളൂ. ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ കറസ്പോണ്ടിങ് പൊസിഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങ് പ്ലേസ് ചെയ്യാം. എൻ ഓഫ് എക്സ് യൂണിയൻ വൈ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര നമ്മൾ തന്നിട്ടുണ്ട്? 38 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പ്ലേസിൽ നമുക്ക് 38 കൊടുക്കാം. എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? 17 ആണ്. പ്ലസ് എൻ ഓഫ് വൈ നമുക്ക് തന്നിട്ടുണ്ട് 23 എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. മൈനസ് ഇനി നമുക്ക് വേണ്ടത് ഇവനല്ലേ വേണ്ടത്, അത് അതെനക്ക് ഇങ്ങോട്ടേക്കാം. എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. ഇനി കണ്ടുപിടിക്കേണ്ടവൻ ആരാണോ അവനെ നമ്മളെപ്പോഴും ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരണം. അപ്പം മൈനസ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ അല്ലേ പറഞ്ഞിരിക്കുന്നത്, അതിനെ നമ്മളെടുത്ത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ അവിടെ എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. കാരണം മൈനസ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ അത് പ്ലസ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ആവും. ദാറ്റ് ഈസ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടി നമുക്ക് കൂട്ടാം. 23ഉം 17ഉം കൂടി കൂട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന 40 കിട്ടും അല്ലേ.
ഇനി ഇതാ ഈ 38 അടുത്ത് നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകാം. 38 അടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇവിടെ പ്ലസ് 38 അങ്ങ് അപ്പുറം പോകുന്ന നേരത്ത് മൈനസ് 38. സോ വി ഹാവ് ദ ആൻസർ 2. സോ എൻ ഓഫ് എക്സും എൻ ഓഫ് വൈയും എൻ ഓഫ് എക്സ് യൂണിയൻ വൈ നമുക്ക് തന്നിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, രണ്ടിലും കോമൺ ആയിട്ട് എത്ര എലമെൻറ്റ്സ് ഉണ്ട്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് എത്ര എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വി ഹാവ് ദ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്തു. അവിടെ നിന്ന് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈയുടെ പാർട്ട് നമ്മൾ ഒരു സ്ഥലത്തുണ്ടെന്ന് ബാക്കിയുള്ള എല്ലാത്തിനും എടുത്ത് അപ്പുറത്തുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 പീപ്പിൾ, 400 പേരുള്ളൊരു ഗ്രൂപ്പുണ്ട്. ഓക്കെ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ സമയത്ത് അല്ലെങ്കിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു അസോസിയേഷനോ അല്ലെങ്കിൽ നമുക്കൊരു ക്ലബ്ബോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം, നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് 400 പീപ്പിൾസും ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലേസിനകത്തുള്ള ആൾക്കാരെ നമുക്ക് എടുക്കാം. ആ 400 പേരിൽ 250 പേർ 250 പീപ്പിൾ സ്പീക്ക് ഹിന്ദി. ഹിന്ദി സംസാരിക്കുന്ന എത്ര പേരുണ്ട്? 250 പേർക്ക് ഹിന്ദി അവർ സംസാരിക്കും. ആൻഡ് 200 പീപ്പിൾ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. 200 പേർക്ക് ഇംഗ്ലീഷും സംസാരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി പീപ്പിൾ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കുന്ന എത്ര പേര് ആ ഗ്രൂപ്പിനകത്തുണ്ട്? അപ്പോൾ ഈ 400 പേരാണ് അവിടെ ഉള്ളത്. ആ 400 പേരും കൂടി എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആ 400 പേരിൽ 250 പേര് ഹിന്ദി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഹിന്ദി സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആര് വരാം? ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും വരാം. ഇപ്പോൾ ഒരാൾക്ക് ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരില്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ 250 കൂട്ടത്തിൽ കുറച്ച് പേര് എന്തുണ്ട്? ഹിന്ദി സംസാരിക്കുന്നവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരും ഉണ്ട്. അതിനൊക്കെ തന്നെയാണ് ഇവിടെയും ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഹിന്ദി സംസാരിക്കുന്നവരും ഉണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ഹിന്ദിയും ഇംഗ്ലീഷും ഹിന്ദിയും ഇംഗ്ലീഷും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് ആൻഡ് ആണ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്, അല്ലേ? എ ആൻഡ് ബി, എയും ബിയും. അപ്പോൾ എന്ന് പറയുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ് ആണ്. ആൻഡ് എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ സെറ്റിനകത്തുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ രണ്ടും സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എത്ര പേരുണ്ടെന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഞാനൊരു കാര്യം ചെയ്യുന്നു, ഈ 400 ആൾക്കാരാണ് മൊത്തം ആൾക്കാർ. അപ്പോൾ അവർ ഒന്നുകിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്, അല്ലേ? ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ, ഹിന്ദിയിലുള്ള സംസാരിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുമുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരുമുണ്ട്. ഈ 400 പേരിൽ ഒരാൾ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും നിർബന്ധമായിട്ട്. സോ ഞാൻ അതൊരു കാര്യം ചെയ്യുന്നു, ഹിന്ദി സംസാരിക്കുന്നവരുടെ സെറ്റ് ഞാൻ എച്ച് എന്നും പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എച്ച് ആയിട്ട് എടുക്കുന്നു. ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ സെറ്റ് എന്ന് പറയുന്നത് ഇ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. കാരണം നമുക്ക് ഗിവൺ കണ്ടീഷൻസ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഗിവൺ എൻ ഓഫ് എച്ച് യൂണിയൻ ഇ, അതായത് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ എത്ര പേരുണ്ട്? 400 പേരുണ്ട്. സോ ഇറ്റ് ഈസ് 400. ഇനി ഹിന്ദി സംസാരിക്കുന്നവർ എത്ര പേരുണ്ട്? എൻ ഓഫ് എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 250. ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ എത്രയുണ്ട്? എൻ ഓഫ് ഇ എന്ന് പറയുന്നത് എത്രയാണ്? 200. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ദ ഫോർമുല എൻ ഓഫ് എച്ച് യൂണിയൻ ഇ ഇസ് ഈക്വൽ ടു, നമ്മുടെ ഫോർമുല ഇതാണ്, എൻ ഓഫ് എച്ച് പ്ലസ് എൻ ഓഫ് ഇ മൈനസ് എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഇ. ഓക്കെ, ഈ എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഇ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവരാണ് ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് അതിനകത്താണ് വന്നിരിക്കുന്നത്. സോ നമുക്കിവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൊടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 400 ഇസ് ഈക്വൽ ടു 250 പ്ലസ് 200 മൈനസ് ഇവിടെ എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഇ. ഓക്കെ, ഈ എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഇ എന്ന് പറയുന്നത് നമുക്ക് എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരാം. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ട ആണ് നമ്മൾ എപ്പോഴും ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. സോ എൻ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ ഇ ഇസ് ഈക്വൽ ടു, ഇവിടെ 250 പ്ലസ് 200 എന്ന് പറയുന്നത് എത്രയാണ്? 450 ആണ്. ഇവിടെ നിന്ന് 400 എടുത്ത് അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് 400. വാട്ട് ഇസ് 450 മൈനസ് 400? ഇറ്റ് ഈസ് 50 ഓൺലി. സോ ഹൗ മെനി പീപ്പിൾ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്? ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസറായി. വി ഹാവ് ദ ആൻസർ, 50 പീപ്പിൾ ക്യാൻ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. സോ ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിനകത്ത് വി ക്യാൻ അപ്ലൈ ദ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്, 2 സെറ്റ്സ്. നമുക്ക് 2 സെറ്റുകളുടെ ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഫോർമുലകൾ നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ പ്രാക്ടിക്കൽ സിറ്റുവേഷനെ നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ ഒക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഒരു ഗ്രൂപ്പ് 65 പേരുണ്ട്. ആ ഗ്രൂപ്പിനകത്ത് 40 പേര് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, 10 പേര് ക്രിക്കറ്റും ടെന്നീസും ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് 65 പേരും നമ്മൾ എടുത്തിരിക്കുകയാണ്. അതായത് 65 പേരിൽ 40 പേരും തന്നെ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നുണ്ട്, 10 പേര് ക്രിക്കറ്റും ടെന്നീസും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട്.
അപ്പോൾ ഇവിടെ ടെന്നീസ് ഇഷ്ടപ്പെടുന്നവർ എത്രയാണെന്ന് നമുക്കിവിടെ പറഞ്ഞിട്ടില്ല. അപ്പം ഈ 65 പേര് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിക്കറ്റ് അല്ലെങ്കിൽ ടെന്നീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഏതിനകത്തുണ്ട്? ഈ 65 പേരിനകത്തുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതുന്നു N ഓഫ് C യൂണിയൻ T എന്ന് പറയുന്നത് ക്രിക്കറ്റ് അല്ലെങ്കിൽ ടെന്നീസ് ഇഷ്ടപ്പെടുന്നവർ ഈ 65 പേരെടുത്തല്ലേ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവർ 65 പേരുണ്ടെന്ന് ഞാൻ എടുക്കും. ഇനി ഇതിനകത്ത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട്? N ഓഫ് C എന്ന് പറയുന്നത് 40 പേരാണ്. അതായത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന 40 കുട്ടികളുണ്ട്. പിന്നെ 10 പേർക്ക് ക്രിക്കറ്റും ടെന്നീസ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതായത് N ഓഫ് C ഇൻ്റർസെക്ഷൻ T എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി ലൈക്ക് ടെന്നീസ് ഓൺലി, സോറി ടെന്നീസ്, ഹൗ മെനി ലൈക്ക് ടെന്നീസ് ഓൺലി അല്ല ടെന്നീസ്. ഓക്കെ, എത്ര പേര് ടെന്നീസ് ഇഷ്ടപ്പെടുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് ഈ യൂണിയനും ഉണ്ട് ഇൻ്റർസെക്ഷനും ഉണ്ട്, പിന്നെ ഒരു സെറ്റിൻ്റെ അകത്തുള്ള കാർഡിനാലിറ്റി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ യൂണിയൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫോർമുല നമുക്ക് എഴുതാം. N ഓഫ് C യൂണിയൻ T എന്ന് പറയുന്നത് N ഓഫ് C പ്ലസ് N ഓഫ് T മൈനസ് N ഓഫ് C ഇൻ്റർസെക്ഷൻ Tക്ക് ഈക്വൽ അല്ലേ ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം വാട്ട് ഈസ് N ഓഫ് C യൂണിയൻ T. N ഓഫ് C യൂണിയൻ T എന്ന് പറയുന്നത് 65 ആണ് അല്ലേ. N ഓഫ് C എത്ര? 40 ആണ്. N ഓഫ് T നമുക്ക് തന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാനുള്ള സാധനം ആയതുകൊണ്ട് നമ്മൾ അതേ കണക്ക് എടുത്ത് എഴുതുന്നു. മൈനസ് N ഓഫ് C ഇൻ്റർസെക്ഷൻ T, സിയും ടിയും ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? 10 പേരുണ്ട്. ഇവിടെ നിന്ന് ഞാനൊരു കാര്യം ചെയ്യുന്നാണ്ട് N ഓഫ് T ആണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അവന് നമ്മൾ തൽക്കാലം അവിടെയും ഇടുക, അപ്പോൾ മൈനസ് ആക്കണ്ട, കാരണം പ്ലസ് ആയിട്ട് കിടക്കുന്നതിനായതുകൊണ്ട് ആ സൈഡിൽ തന്നെ ഇടുക. ബാക്കിയുള്ള എല്ലാവരും പറക്കെടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം ചെയ്യാം. 65 ഈസ് ഈക്വൽ ടു ഇവിടെ 40 മൈനസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇവിടെ? 30 പ്ലസ് N ഓഫ് T. എന്നിട്ട് ഈ 30 ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. ഇവിടെ 30 പ്ലസ് 30 എന്നാണ്. 30 ഇങ്ങപ്പുറം വരാൻ നേരത്ത് മൈനസ് ആവും. സോ 65 മൈനസ് 30 ഈസ് ഈക്വൽ ടു N ഓഫ് T. 65 മൈനസ് 30 എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണ്. സോ 35 ഈസ് ഈക്വൽ ടു N ഓഫ് T. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ടെന്നീസ് ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? 35 പേരുണ്ട്. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന എത്ര പേരായിരുന്നു? 40 പേരായിരുന്നു. ഇതിനകത്ത് 10 പേരെന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ രീതിയിൽ രണ്ടും ഇഷ്ടപ്പെടുന്നവരുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസറായി. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ലൈക്ക് ടെന്നീസ് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ N ഓഫ് T ഈസ് ഈക്വൽ ടു 35. ഇനി ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ അതിനകത്ത് ചോദിച്ചാലായി ഹൗ മെനി ലൈക്ക് ടെന്നീസ് ഓൺലി ചോദിക്കണേ നമ്മൾ എന്ത് ചെയ്യും? ഹൗ മെനി ലൈക്ക് ടെന്നീസ് ഓൺലി, ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട് എന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കണേ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ടെന്നീസ് ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട്? 35 പേരുണ്ട് നമുക്കിപ്പം കിട്ടി അല്ലേ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്പർ ഓഫ് പീപ്പിൾ ഹൂ ലൈക്ക് ടെന്നീസ് ഓൺലി, ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്നവർ എത്ര പേർ? ഈ ടെന്നീസ് ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് ടെന്നീസും ക്രിക്കറ്റും ഇഷ്ടപ്പെടുന്നവരെ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്നവരെ കിട്ടത്തില്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ? ടെന്നീസ് ഇഷ്ടപ്പെടുന്നവരാരാണ്? 35 പേര്. ടെന്നീസും ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ എത്ര പേരാണ്? 10 പേര്. സോ നമുക്കിവിടുത്തെ ആൻസർ എന്ന് പറയുന്നതാണ് N ഓഫ് ടിയിൽ നിന്ന് നമ്മൾ ആരെ ഒഴിവാക്കണം? N ഓഫ് ടി ഇൻ്റർസെക്ഷൻ C ഒഴിവാക്കണം. സോ നമുക്ക് N ഓഫ് ടി എന്ന് പറയുന്നത് 35 ആണ്, മറ്റേത് എത്രയാണ്? 10 ആണ്. സോ ആൻസർ എത്ര കിട്ടും? 25. സോ ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്നവർ എത്ര പേരുണ്ട്? 25 പേരുണ്ട്. സെയിം വേ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം ഹൗ മെനി ലൈക്ക് ക്രിക്കറ്റ് ഓൺലി. നമ്മളെന്ത് ചെയ്യുക? ക്രിക്കറ്റിൽ നിന്ന് ഇത് ഇഷ്ടപ്പെടുന്ന രണ്ടും ഇഷ്ടപ്പെടുന്നവരെ ഒഴിവാക്കുക. 40 മൈനസ് 10 എത്ര കിട്ടും? 30 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? അത് തന്നെയാണ്, ടെന്നീസ് ഓൺലി ആൻഡ് നോട്ട് ക്രിക്കറ്റ് എന്നായിരുന്നു നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതായത് ടെന്നീസ് ഓൺലി എന്നുള്ള മീനിങ് തന്നെയാണ്. സോ ഹൗ മെനി ലൈക്ക് ടെന്നീസ് ഓൺലി, അത് നമ്മൾ ചെയ്യേണ്ടത് ടെന്നീസ് ഇഷ്ടപ്പെടുന്നവരിൽ നിന്ന് ടെന്നീസും ക്രിക്കറ്റും ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ നമ്മൾ ആ പ്രാക്ടിക്കൽ പ്രോബ്ലംസിനകത്തുള്ള എക്സസൈസ് 1.6 പ്രോബ്ലംസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിൽ കുറച്ച് പ്രോബ്ലംസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യുക? ചോദിക്കുക, പറഞ്ഞുതരാം. ഇനി രണ്ടാമതൊരു കേസ്, ഇനിയും ഇതിനകത്ത് കുറച്ച് വെറൈറ്റി ഉള്ള ഒരു 3-4 പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ ആക്ച്വലി ചാപ്റ്റർ തീർന്നു കഴിഞ്ഞു, പക്ഷേ ഇതിനകത്ത് വെറൈറ്റി ആയിട്ടുള്ള ഒരു 3-4 പ്രോബ്ലംസ് ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ബൈ.